മുഖം ഇനി കേട്ടോളൂ. പ്രബോധനം എന്ന് പറഞ്ഞ നിങ്ങളെ മാസികയാണിത്. ഇതിന്റെ ഒരു പേജാണ്, അതിന്റെ കോപ്പിയാണ്. അതിന്റെ കവർ സ്റ്റോറി കാണാം. RSSകാരുമായി ഐക്യ ചർച്ച 1978 ജനുവരി 14 ലക്കം 3 ഇട്ടത്. ജനുവരി പ്രബോധനാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട മുഖപത്രമാണ്, നിഷേധിക്കാൻ കഴിയില്ല. അതിൽ പറയാം, RSSലെ ചില ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഈയിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മധ്യപ്രദേശ് അമീർ മൗലാന ഇൻആമുർ റഹ്മാനെ സന്ദർശിച്ച് ചില സുപ്രധാന വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തി. RSSൽ മുസ്ലിമീങ്ങൾ ചേർക്കുന്ന വിഷയവും ചർച്ചയിൽ പരാമർശിക്കുകയുണ്ടായി. RSSൽ മുസ്ലിമീങ്ങൾ അബ്ദുള്ള കുട്ടിമാരെ അവിടെ കൊണ്ട് ചേർക്കുന്ന കാര്യം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഇനി മറ്റൊരു വിഷയം ചർച്ച ചെയ്തത് ജനസേവനാണ്. അത് ജനസേവന രംഗത്ത് സംയുക്ത സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്ന വിഷയവും ചർച്ചയിൽ പരാമർശിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിലും ചില അടിസ്ഥാന കാര്യങ്ങൾ നിർദ്ദേശിക്കാനുണ്ടെന്ന് ഇൻആമുർ റഹ്മാൻ പറഞ്ഞു. അതിനും ജമാഅത്ത് റെഡിയാണ്. RSSകാരായിട്ട് സേവനം ചെയ്യാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒറിജിനൽ ഇപ്പോഴുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കുറിച്ച് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഗോൾവാൾക്കറിന്റെയും മറ്റൊക്കെ RSSനെ കുറിച്ച് തന്നെ പറഞ്ഞ ഈ മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കണമെന്ന് 100 വർഷം മുന്നേ എഴുതി വെച്ച് 925 രൂപീകരിച്ച RSSമായിട്ടാണ് ഇവര് 78 ചർച്ച ഉണ്ടാക്കണേ. RSS ഉണ്ടാക്കി പിന്നെ 53 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ചർച്ച. ബാബരി മസ്ജിദ് പൊളിക്കാൻ തീരുമാനിച്ച് കർസേവ നടത്തിക്കൊണ്ട് അതിന്റെ ആ സമയത്താണ് ഇവർ ചർച്ച ചെയ്യുന്ന ഒന്നിച്ച് പ്രവർത്തിക്കാം, RSSലെ മുസ്ലിമീങ്ങളെ ചേർത്താമെന്ന്. ഉളുപ്പില്ലാത്ത വർഗമല്ല ജമാഅത്ത് ഇസ്ലാമിക്കാര്. ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ് ലോകത്ത് കപടന്മാരുള്ളത്? ഈ ചർച്ച ചെയ്ത് വർഷങ്ങൾക്ക് 12 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അവര് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചു. മുസ്ലിമീങ്ങളെ കൊല ചെയ്യാനും ഉന്മൂലനം ചെയ്യാനും ഇന്ത്യയിൽ തുടച്ചു നീക്കാനും വേണ്ടി നിയമം എഴുതി വെച്ച് പരിശ്രമിക്കുന്ന ഒരു RSS എന്ന സംഘ് പരിവാറിനായിട്ട് സംയുക്ത കരാർ ഏർപ്പെടുത്തി അത് പരസ്യമായിട്ട് എഴുതി പ്രബോധനത്തിൽ ആളെ കൂട്ടാൻ ഉളുപ്പില്ലാത്ത വർഗമേ. ഇനി കേട്ടോളൂ, തെറ്റിദ്ധാരണകൾ നീങ്ങാൻ അടുത്തൊരു വിഷയം ചർച്ച ചെയ്തതാണ്. അതിൽ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വിശിഷ്ട ജമാഅത്ത് ഇസ്ലാമിക്ക് ഹിന്ദുക്കളുടെ ഇടയിലും RSSന് മുസ്ലിമീങ്ങളുടെ ഇടയിലും സൽപ്പേരല്ല ഉള്ളത്. ഒരിക്കലും ഉണ്ടാവില്ല, ഇപ്പോഴും ഇല്ലല്ലോ, ഉണ്ടാകാൻ പാടില്ലല്ലോ. സൽപ്പേരല്ല ഉള്ളത്. ഹിന്ദുക്കളുടെ ഇടയിൽ ജമാഅത്തിനെ പരിചയപ്പെടാൻ ശ്രമിച്ചാൽ അവർക്ക് വിശ്വാസം വരാൻ പ്രയാസമാണ്. കറക്റ്റ്. RSSനെ മുസ്ലിമീങ്ങളോട് പറയുകയാണെങ്കിലും അവരത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരിക്കലും വിശ്വസിക്കില്ല. ജമാഅത്താരെ വിശ്വസിക്കുക, നമ്മള് മനുഷ്യരെ വിശ്വസിക്കില്ലല്ലോ RSSനെ. ഇരിക്കട്ടെ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തൊരു ഐക്യം, ഇവരെ തമ്മിൽ പരസ്പരം നല്ല ബന്ധം ഉണ്ടാക്കണം എന്നാ പറഞ്ഞത്. ഇനി കേട്ടോ, വേറെ രണ്ട് നിർദ്ദേശങ്ങൾ. ഈ നിജസ്ഥിതി വിശേഷത്തിന് മാറ്റമുണ്ടാണെങ്കിൽ ഈ ജമാഅത്ത് അമീർ പറഞ്ഞു കൊടുക്കുക, പ്രാഥമികമായി 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഇൻആമുർ റഹ്മാൻ സാഹിബ് പറഞ്ഞു. അത് ഒന്ന്, ഈ വിഷയത്തിൽ ഞാനും, അതായത് ഇൻആമുർ റഹ്മാനും RSSന്റെ തലപ്പത്തുള്ള സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളായിട്ട്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും വ്യക്തിയും തമ്മിൽ എഴുത്തുകുത്തുകൾ നടക്കണം. എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കണം.